നിത്യജീവിതത്തിൽ സാധാരണയായി നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഈ സിനിമകളിലെ ഈ ഡയലോഗുകളാണ്. അങ്ങനെയുള്ള ഒരു 50 ഡയലോഗുകളായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. കൂട്ടുകാരെ പറ്റി മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ഡയലോഗ് തന്നെയായിരിക്കും ഇത്. ഇന്നും മറക്കാൻ പറ്റാത്ത ഒരു ഡയലോഗ് തന്നെയാണല്ലേ ഇത്. കൂട്ടുകാരുടെ ഇടയിൽ ഡബിൾ മീനിങ് വെച്ച് എന്തെങ്കിലും പറയുമ്പോൾ നമ്മളെ പറ്റിയാണ് നമ്മൾ പറയുന്നതെന്ന് തോന്നിയാൽ നമ്മൾ ആദ്യം പറയുന്ന ഒരു ഡയലോഗ് ഇത് തന്നെയായിരിക്കും. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അവരോട് നമ്മൾ ചോദിക്കുന്ന ഒരു ഡയലോഗ് ഇത് തന്നെയായിരിക്കും. ഓർമ്മയുണ്ടോ ഈ മുഖം? എന്ത് ചെയ്തിട്ടും ശരിയാവാതെ ആവുമ്പോൾ നമ്മൾ നമ്മളുടെ ഉറ്റ സുഹൃത്തിനോട് പറയുന്ന ഏറ്റവും വലിയ ഡയലോഗ് ഇത് തന്നെയായിരിക്കും. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? കാമുകി ഛർദ്ദിക്കുമ്പോൾ കൂട്ടുകാർ നമ്മൾ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ കൂട്ടുകാരോട് പറയുന്ന ആദ്യ ഡയലോഗ് ഇത് തന്നെയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ് ഒന്ന് കമന്റ് ചെയ്യുക. പെൺപിള്ളേരോട് സംസാരിക്കുന്ന ആൺപിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കളിയാക്കി ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്. പെൺപിള്ളേർ റോട്ടിൽ കൂടെ നടക്കാൻ നീ സമ്മതിക്കില്ല അല്ലേ? നീയാണ് ഈ അലവലാതി ഷാജി അല്ലേ? ഒട്ടും പ്രതീക്ഷിക്കാതെ 10 രൂപയുടെ ലോട്ടറി അടിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു പോകുന്ന ആദ്യത്തെ ഡയലോഗ് ഇത് തന്നെയായിരിക്കും. നമ്മളെക്കാൾ വിദ്യാഭ്യാസം കൂടിയുള്ളവർ എന്തെങ്കിലും നമ്മളോട് പറയുമ്പോൾ നമ്മൾ ആദ്യം അവരോട് തിരിച്ചു പറയുന്ന ഡയലോഗ് ഇത് തന്നെയായിരിക്കും. ഒരിക്കലും ഒരു SSLC-കാരൻ ഒരു ഡിഗ്രിക്കാരനെ വേദനിപ്പിക്കരുത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്. പുതിയൊരു സിം എടുത്തതിന് ശേഷം കൂട്ടുകാരെ പറ്റിക്കാൻ വിളിക്കുമ്പോൾ ആ ഗർവത്തോടെ വിളിക്കുന്ന ആദ്യത്തെ കോളില് നമ്മൾ ആദ്യം പറയുന്ന ഒരു ഡയലോഗ് ഇത് തന്നെയായിരിക്കും. പണക്കാരനാണെന്ന് കാണിക്കാൻ നമ്മൾ കൂട്ടുകാരോട് ഒരിക്കലെങ്കിലും തള്ളിനെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഇത് തന്നെയായിരിക്കും. ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് കയറാൻ കിട്ടുന്ന ഒരു അവസരത്തിൽ നമ്മൾ ആദ്യം പറയുന്ന ഒരു ഡയലോഗ് ഇത് തന്നെയായിരിക്കും. കൊച്ചുകുട്ടികളെ കുറച്ചു നേരത്തേക്ക് നോക്കാൻ ആരെങ്കിലും നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ആ കൊച്ചുകുട്ടികൾക്ക് പാടിക്കൊടുക്കുന്ന ഈ പാട്ട്. കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. ഒരു ട്രൈ എന്ന രീതിയിൽ പല കാര്യം ചെയ്യുമ്പോഴും കൂട്ടുകാർ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ അവരോട് പറയുന്ന ആദ്യത്തെ ഡയലോഗ് കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചാട്ടി. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഇതൊന്നും ഞാൻ പറയുന്നില്ലല്ലോ എന്ന്. എന്നാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു. ഒരിക്കലെങ്കിലും ഒരു കാര്യവും ചെയ്തിട്ടും ശരിയായിട്ടില്ലെങ്കിൽ പോലും നമ്മൾ വീണ്ടും ആത്മവിശ്വാസത്തോടെ പലരെയും വെല്ലുവിളിക്കുന്ന ഡയലോഗ്. നാളെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. നമ്മളാണോ ആ കാര്യം ചെയ്തതെന്ന് ഒരു നോട്ടത്തോടെ പലരും നമ്മളെ നോക്കുമ്പോൾ നമ്മൾ നിസ്സഹായ അവസ്ഥയോട് അവരോട് പറയുന്ന ഭയങ്കര ബുദ്ധിയാ. കൂട്ടുകാരുടെ മുമ്പിൽ ആളാവാൻ പൊങ്ങിക്കൊണ്ട് നമ്മൾ പറയുന്ന മറ്റൊരു ഡയലോഗ്. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. കൂട്ടുകാരുമൊത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് നടക്കാതെ പോകുമ്പോൾ നമ്മൾ പറയുന്ന ഡയലോഗ്. ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ സംഭവിച്ചാ എങ്ങനെങ്കിലുമൊക്കെ ഒരു പെണ്ണിനെ വളച്ച് സെറ്റായി എന്നറിയുമ്പോൾ ചെക്കന്മാര് ആദ്യം തന്നെ പെൺപിള്ളേരോട് പറയുന്ന റൊമാൻറ്റിക് ആയിട്ടുള്ള ഡയലോഗ്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. ഇപ്പോഴും ആരെങ്കിലും നമ്പർ ചോദിച്ചാൽ നമ്മൾ ഈ ഒരു സ്റ്റൈലിലായിരിക്കും പലപ്പോഴും പറയാറുള്ളത്. മൈ ഫോൺ നമ്പർ ഈസ് 2255. കോൺഫിഡൻസിന്റെ അങ്ങേയറ്റത്തിൽ നമ്മൾ പറയുന്ന മറ്റൊരു ഡയലോഗ്. പിന്നെ തൂക്കാൻ ഇവിടുത്തെ നിയമത്തിന് ഭയമായിരുന്നു, മരിക്കാൻ നിനക്കും. പക്ഷേ രണ്ടിനും മന്നാടിയാർക്ക് ഭയമില്ല. ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒന്ന് സ്റ്റൈലായി നടന്നു പോയാൽ നമ്മൾ കൂട്ടുകാരോട് പറയാറുള്ള ഈ ഒരു ഡയലോഗ്. സാഗർ ഏലിയാസ് ജാക്കി. കാക്കയോ മറ്റെന്തെങ്കിലും പക്ഷികളോ നമ്മളുടെ മേത്ത് തൂറിയിട്ടാൽ നമ്മൾ പറയാറുള്ള മറ്റൊരു ഡയലോഗ്. എനിക്കറിയാം പലരും ഇപ്പോഴും ഓർത്ത് ചിരിക്കുകയായിരിക്കും. സ്പ്രേ ഞെക്കിയിട്ട് വരാതെ ആകുമ്പോൾ കുറച്ചു കഴിഞ്ഞ് ദേഷ്യമെന്ന് നമ്മൾ പറയുന്ന മറ്റൊരു ഡയലോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗുകൾ ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്യുക. കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത ചങ്കത്തി എന്തെങ്കിലും വട്ടത്തരം പറയുമ്പോൾ നമ്മൾ അവരെ നോക്കി നിസ്സഹായോട് പറയുന്ന മറ്റൊരു ഡയലോഗ്. എന്താല്ലേ പഴയകാലത്തെ ഡയലോഗുകൾ. ഇന്നും കൂട്ടുകാരുമൊത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അബദ്ധത്തിൽ പെടുമ്പോൾ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറയുന്ന ആദ്യ ഡയലോഗ്. കൂട്ടുകാരുമായിട്ടുള്ള സംഭാഷണത്തിൽ ഇനിയൊന്നും ഈ ഒരു കാര്യത്തിൽ പറയാനൊന്നില്ലെന്നാകുമ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കാൻ പറയുന്ന മറ്റൊരു ഡയലോഗ്.
ലൈൻ സെറ്റായതിനു ശേഷം കാമുകിയോട് ഒരു ഉമ്മ ചോദിക്കാൻ മടിയാവുമ്പോൾ എങ്ങനെ ചോദിക്കണമെന്നറിയാതെ ചോദിക്കുന്ന മറ്റൊരു ഡയലോഗ്. സന്ദർഭത്തിന് അനുയോജിതമല്ലാത്ത ഡയലോഗുകൾ വച്ച് കാച്ചുന്ന കൂട്ടുകാരോട് നമ്മൾ പറയുന്ന മറ്റൊരു കിണ്ണം കാച്ചിയ ഡയലോഗ്. സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. തമിഴ് അറിയാത്ത നമ്മൾ തമിഴ് പറയാൻ ശ്രമിക്കുമ്പോൾ വായിൽ വരുന്ന ആദ്യത്തെ ഡയലോഗ്. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. വെള്ളമടിച്ച് വട്ടം തെറ്റിയിരിക്കുമ്പോൾ എന്തെങ്കിലും മറക്കാൻ കൂട്ടുകാർ പറയുമ്പോൾ അവരോട് പറയുന്ന ഡയലോഗ്. മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? പാട്ട് പാടാൻ അറിയുമോ എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് തള്ളുന്ന മറ്റൊരു ഡയലോഗ്. സംഗീതം അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം. ബെസ്റ്റിയെ വിളയ്ക്കാൻ ഏറ്റവും എളുപ്പത്തിൽ കൂട്ടുകാർ ഉപയോഗിക്കുന്ന മറ്റൊരു ഡയലോഗ്. കരുത്തമോ, എന്നോട് ഇഷ്ടമാണ്. എന്തൊക്കെയാണല്ലേ. ചെയ്ത കള്ളത്തരങ്ങൾ കൂട്ടുകാർ കണ്ടുപിടിക്കുമ്പോൾ അവരോട് മറ്റൊന്നും പറയാനില്ലാതെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്ന മറ്റൊരു ഡയലോഗ്. എന്നെ അനുഗ്രഹിക്കണം. കിടിലൻ ഡയലോഗാണല്ലേ. കൂട്ടുകാരൻ ദുബായിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന ആദ്യത്തെ ഡയലോഗ് ഇത് തന്നെ ആയിരിക്കും. ഗഫൂർ കാ ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ദുബായിലുള്ള കൂട്ടുകാർക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ആരോടെങ്കിലും കനത്തിലൊരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ ശേഷം അതിനൊരു പഞ്ച് കിട്ടാൻ വേണ്ടി നമ്മൾ അഡീഷണലായി ആഡ് ചെയ്യുന്ന മറ്റൊരു ഡയലോഗ്. ഒരു 1.5 വെയിറ്റുള്ള ഡയലോഗ് തന്നെയായിരുന്നു അത്. ഇപ്പോഴും സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാൻ കൂട്ടുകാരോട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല കോഡ് വേർഡ് ഇത് തന്നെയായിരിക്കും. പേടിയുണ്ടോ സഖാവേ? ഒരു തീപ്പെട്ടി എടുക്കാൻ. ചിന്താവിഷ്ടയായ ശ്യാമളയില് ഈ ഒരു കുട്ടികൾ പറയുന്ന ഈ ഒരു ഡയലോഗ് പലപ്പോഴും നമ്മൾ കൂട്ടുകാരോടൊപ്പം തമാശ രൂപേണ പറയുന്ന ഒന്നാണ്. ആരോടെങ്കിലും ടാക്സി വിളിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും മനസ്സിൽ തോന്നുന്ന തേന്മാവിൻ കൊമ്പത്തിലെ കുതിരവട്ടം പപ്പുചേട്ടന്റെ ഈ ഒരു ഡയലോഗ് തന്നെയാണ് അടുത്തത്. ദാരിദ്ര്യം മറച്ചു വെക്കാൻ നമ്മൾ പറയുന്ന മറ്റൊരു ഡയലോഗ്. ചിത്രം എന്ന സിനിമയിലെ മോഹൻലാൽ പറയുന്ന ഈ ഒരു ഡയലോഗ് പലപ്പോഴും നിസ്സഹായ അവസ്ഥകളിൽ നമ്മൾ പറഞ്ഞു പോകുന്ന ഒന്ന് തന്നെയായിരിക്കും. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? പലപ്പോഴും നമുക്ക് ശരിയാക്കാൻ പറ്റാത്ത ഒരു സാധനം നമ്മൾ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളാനകളുടെ നാട്ടിലെ കുതിരവട്ടം പൊപ്പച്ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഡയലോഗ് ആയിരിക്കും പറയുന്നത്. എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് തോന്നുമ്പോൾ നമ്മൾ കൂട്ടുകാരോട് പറയാൻ ഉപയോഗിക്കുന്ന ഒരു ഡയലോഗ് തന്നെയാണ്. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട്. കിരീടം എന്ന സിനിമയിലെ നമ്മുടെ തിലകൻ ചേട്ടൻ പറയുന്ന ഈ ഒരു ഡയലോഗ് എന്തായാലും ഒരിക്കലെങ്കിലും നമ്മൾ പറഞ്ഞു നോക്കിക്കിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും. നിന്റെ അച്ഛനാ പറയുന്നത്, കത്തി താഴെയിട. മീശമാധവനില് കൊച്ചിൻ ഖനീഫ പറയുന്ന ഹാസ്യരൂപേണയുള്ള ഈ ഒരു കാര്യം തന്നെയായിരിക്കും പലപ്പോഴും നമ്മൾ പല കാര്യത്തിലും ട്രൈ ചെയ്യാറുള്ളത്. ഒരിക്കലെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ സുരേഷ് ഗോപിയോട് നമ്മളെ ശോഭന പറയുന്ന ഈ ഒരു ഡയലോഗ് ആയിരിക്കും പലപ്പോഴും ദേഷ്യം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പറയാറുള്ളത്. ഉറ്റ സുഹൃത്തിനെ വിശ്വസിച്ച് എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ച് അത് നടക്കാതെ പോകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് തന്നെയായിരിക്കും ഇത്. അങ്ങനെ പവനായി ശവമായി. നിങ്ങളുടെ ഉറ്റ സുഹൃത്തിന് ഈ വീഡിയോ ഒന്ന് ഷെയർ. കൂട്ടുകാരുമൊത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് ചോദിച്ചാൽ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമാണിത്. ഇതൊക്കെ എന്തായാലും നിങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ജോൺ കുരിശിങ്കിൽ പറയുന്ന ഈ ഒരു ഡയലോഗ് എന്തായാലും ഇപ്പോഴും കൊച്ചിയിൽ പോകുന്ന എല്ലാവരും പറയുന്ന ഒന്ന് തന്നെയാണ്. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. വീട്ടിൽ എല്ലാവരും ഇരിക്കുമ്പോൾ 1-ാം തീയതി സാധനം കയ്യിലില്ലാത്തപ്പോൾ കൂട്ടുകാരെ വിളിച്ചു ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു കോഡ് വേർഡ്. സാധനം കയ്യിലുണ്ടോ? അറിയാത്ത ഭാഷയിൽ ആരോടെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ച് അവസാനം അവർക്ക് നമ്മൾ പറയുന്ന ഭാഷ അറിയാമെന്ന് അറിയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ഡയലോഗാണിത്. കുട്ടിക്ക് മലയാളം അറിയാം. വീഡിയോയിൽ പറഞ്ഞ ഡയലോഗുകളൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ തോന്നുന്ന ഡയലോഗുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.